നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ പ്രമുഖ നൃത്തവിദ്യാലയമായ സൃഷ്ടി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ വാർഷികാഘോഷം ഭരതനാട്യത്തിൻ്റെ പാരമ്പര്യ രൂപത്തിന് പുതുമയുടെ സ്പർശം നൽകിയ അവതരണത്തോടെ ശ്രദ്ധേയമായിരുന്നു. സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആത്മഹത്യാ പ്രവണതയേതുപോലെ ഗൗരവമുള്ള വിഷയങ്ങൾ മുഖഭാവങ്ങളിലും ചലനങ്ങളിലും സന്നിവേശിപ്പിച്ച് ഭരതനാട്യത്തിലൂടെ സാമൂഹിക സന്ദേശം നൽകുകയായിരുന്നു. സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെ പ്രമേയമാക്കി ഭരതനാട്യത്തിന്റെ ഭാഷയിലെ പൊതു അവതരണ ശൈലിയാണ് സൃഷ്ടി നൃത്തവിദ്യാലയത്തിന്റെ വാർഷിക പരിപാടിയെ ഇത്തവണ ഏറെ ശ്രദ്ധേയമാക്കിയത്. Do you know the story of Sundari Chellamma? She ruined her life thinking of only one person who didn't even know of her existence. He was the king of Travancore then. She loved him so much that she couldn't think of anything else but him. She was thrown out of her house by her husband and family members, and she remained on the streets of the Padmanabha temple. പരിപാടിയിൽ വിവിധ പ്രായത്തിലുള്ള നർത്തകിമാരും കലാകാരന്മാരും പങ്കെടുത്തു. വാർഷികാഘോഷ പരിപാടിയിൽ പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ആശാ ശരത് മുഖ്യാതിഥിയായി. ഓരോ വർഷവും വൈവിധ്യമാർന്ന പ്രമേയത്തിലൂടെ നൃത്തത്തെ സാമൂഹിക ഇടപെടലായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് സൃഷ്ടി നൃത്തവിദ്യാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ആർട്ടിസ്റ്റിക് ഡയറക്ടർ വിനീത പ്രതീഷ് പറഞ്ഞു. കലയുടെ പ്രാധാന്യവും കുട്ടികളിൽ സംസ്കാര ബോധം ഉണർത്തുന്നതിനും ഇത്തരം പരിപാടികളിലൂടെ സാധിക്കുമെന്ന് അവർ വ്യക്തമാക്കി. സമൂഹ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് നൃത്തം എത്രമാത്രം ശക്തമായ മാധ്യമമാകുന്നുവെന്ന് വ്യത്യസ്തമായ ഈ അവതരണ ശൈലിയിലൂടെ വ്യക്തമാക്കുന്നതായി ആശാ ശരത് പറഞ്ഞു. കലയിലൂടെ സാമൂഹിക ബോധം വളർത്തുന്ന ഇത്തരം പരിപാടികൾ മികച്ച കാൽവയ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഒരു ആർട്ടിസ്റ്റിന്, പ്രത്യേകിച്ച് ഒരു നർത്തകിക്ക്, ചിലർക്ക്
നന്നായി നൃത്തം ചെയ്യാൻ സാധിക്കും. അവർക്ക് നല്ലൊരു കൊറിയോഗ്രാഫർ ആവണമെന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു കൊറിയോഗ്രാഫർക്ക് നല്ലൊരു അധ്യാപകനാവാൻ പറ്റണമെന്നില്ല. ഇത് മൂന്നും ചേർന്ന് കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ്. വിവിധ പുരാണ കഥകൾക്കൊപ്പം മാനസികാരോഗ്യം, യുവജന പ്രശ്നങ്ങളും ഭരതനാട്യ രൂപത്തിൽ അവതരിപ്പിച്ച ഈ പരിപാടിയിൽ നാരായണ ലീല എന്ന ഭക്ത നൃത്തശില്പം 100-ലധികം വിദ്യാർത്ഥികളുടെ സംയുക്ത അവതരണമായി വേദിയിലെത്തി. ഗുരുവായൂർ ക്ഷേത്രനടയുടെ ദൈവികത പുനരാവിഷ്കരിച്ചുകൊണ്ട് സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കി. ദശാവതാര കഥകളും മേൽപ്പത്തൂർ ഭട്ടതിരിയും പൂന്താനം നമ്പൂതിരിയും പറഞ്ഞ കഥകളും ഭാവസമൃദ്ധമായ ഭരതനാട്യ ചലന ഭാഷ്യങ്ങളായി അവതരിപ്പിക്കപ്പെട്ടു. പ്രശസ്ത കലാകാരന്മാരുടെ താളസംഗീത സാന്നിധ്യം നൃത്ത ചുവടുകളുടെ ചടുലതയെ ഉയരങ്ങളിലെത്തിച്ചു. അരുൺ ഗോപിനാഥ് നയിച്ച പക്കമേളത്തിൽ കിരൺ ഗോപിനാഥ് മൃദംഗത്തിലും, ഈശ്വർ രാമകൃഷ്ണൻ വയലിനിലും, രഘുനാഥൻ AK ഫ്ലൂട്ടിലും, വിനീത പ്രതീഷ് നാട്ടുവാങ്കത്തിലും, വോക്കലിൽ സവിതാ കിരണും നടത്തിയ പ്രകടനം ശ്രദ്ധേയമായി. ഗുരുവായൂരപ്പാലിനെ കണി കാണേ
ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഭവൻസിന്റെ ഗൾഫിലെ മുഴുവൻ സ്കൂളുകളിലും CBSE ബോർഡ് പരീക്ഷാ റിസൾട്ടിൽ ഉജ്ജ്വല വിജയം നേടിയതിൻ്റെ ആഘോഷങ്ങളിലാണ്. ഭവൻസിന്റെ ആസ്ഥാനമായ കുവൈറ്റിലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ രചിച്ചത് പുതുചരിത്രം. ഭവൻസിന്റെ മികവും ദിശാബോധത്തിന്റെ നേതൃപാഠവും വിളിച്ചോതുന്നതായിരുന്നു 10ഉം 12ഉം ക്ലാസുകളിലെ വിജയഫലങ്ങൾ. CBSE ബോർഡ് പരീക്ഷകളിൽ 2024-25 10ഉം 12ഉം ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ എഴുതിയത് ചരിത്രം തന്നെയാണ്. കുവൈറ്റിലെ ഭവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ 92 പേരാണ് 90%-ലധികം മാർക്ക് നേടിയത്. 158 വിദ്യാർത്ഥികൾ 93% മാർക്ക് നേടി ഡിസ്റ്റിങ്ഷൻ നേടിയപ്പോൾ 22 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും A1 ഗ്രേഡ് ലഭിച്ചു. 15 പേർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, ഒരാൾക്ക് ഗണിതശാസ്ത്രത്തിലും, 3 പേർക്ക് ഫ്രഞ്ച് വിഷയത്തിൽ സെന്റം സ്കോറും ലഭിച്ചു. 5 പേരാണ് സ്കൂൾ ടോപ്പർമാരായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച റിസൾട്ടാണ് നമുക്ക് ഈ വർഷം കൈവരിക്കാൻ സാധിച്ചത്. ഓരോ പ്രാവശ്യവും നമ്മൾ റിസൾട്ടിനെ കാണുമ്പോൾ ഏറ്റവും മികച്ച മാർക്ക് കിട്ടിയ കുട്ടികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ വർഷം ഏകദേശം എല്ലാ കുട്ടികൾക്കും മികച്ച മാർക്ക് കിട്ടിയ ഒരു റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇതിലേറെ സന്തോഷിക്കുന്നു. 170 കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ 158 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ കൈവരിക്കാൻ സാധിച്ചു. 12ാം ക്ലാസ്സിലും മികച്ച നേട്ടമാണ് സ്കൂൾ കൈവരിച്ചത്. 37 പേരാണ് 90% മുകളിൽ വിജയം കരസ്ഥമാക്കിയത്. 92 പേർ ഡിസ്റ്റിങ്ഷനും നേടി. 8 പേർക്ക് എല്ലാ വിഷയങ്ങളിലും A1 ഗ്രേഡും മൊത്തത്തിൽ 20 സെന്റം മാർക്കുകൾ ഉണ്ടായതും സ്കൂളിന്റെ മികവിന്റെ തെളിവാണ്. 12ാം ക്ലാസ്സിൽ 110 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 101 കുട്ടികൾ ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കി. 19 കുട്ടികൾക്ക് 100-ൽ 100 മാർക്ക് പല സബ്ജക്റ്റുകൾക്ക് ലഭിച്ചു. സ്കൂൾ ആവറേജ് 85%. ഈ റിസൾട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഒരു കൂട്ടായ പ്രയത്നം ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. അത് മാനേജ്മെൻറ്റ് ഭാഗത്തുള്ള എൻകറേജ്മെൻറ്റും ഹൈ എക്സ്പെക്റ്റേഷനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും അത് കൈമാറുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുമാത്രമല്ല, അവർക്ക് എവിടെയൊക്കെ സഹായം ആവശ്യമുണ്ടായിരുന്നോ അവിടെയെല്ലാം ഞങ്ങൾ ടീച്ചേഴ്സ് നിരന്തരം അവരുടെ കൂടെ ഒപ്പം നിന്ന് അവരെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. കെമിസ്ട്രി, ഗണിതം, സൈക്കോളജി, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസ് മേഖലകളിൽ ഓരോ സെന്റവും, കമ്പ്യൂട്ടർ സയൻസിൽ 2ഉം പെയിന്റിംഗിൽ 14 സെന്റങ്ങളുമാണ് ലഭിച്ചത്. 3 പേർ സയൻസിലും കൊമേഴ്സിൽ 4 പേരും ടോപ്പർമാരായി. ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ ഭവൻസ് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ NK രാമചന്ദ്ര മേനോൻ വിജയാശംസകൾ നേർന്നു. എക്കാലത്തെയും മികച്ച വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും അവരെ അതിനായിട്ട് തയ്യാറാക്കിയ എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. NSS കുവൈറ്റ് സ്നേഹവീട് നിർമ്മാണ പദ്ധതിയുടെ ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ചെങ്ങന്നൂർ വെൺമണിയിലാണ് പദ്ധതിയുടെ 7ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നത്. ചെങ്ങന്നൂർ താലൂക്കിലെ വെൺമണി പടിഞ്ഞാറ് 85-ാം നമ്പർ NSS കരയോഗത്തിലാണ് NSS കുവൈറ്റിന്റെ സ്നേഹവീട് പദ്ധതിയുടെ 7ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നത്. NSS ഡയറക്ടർ ബോർഡ് അംഗവും ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ സുകുമാരപ്പണിക്കരും NSS കുവൈറ്റ് വൈസ് പ്രസിഡന്റ് ഹരി വി പിള്ളയും ചേർന്നാണ് കർമ്മം നിർവഹിച്ചത്. കരയോഗം പ്രസിഡന്റ് ഹരിഹരൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS കുവൈറ്റ് ജോയിന്റ് സെക്രട്ടറി മധു വെട്ടിയാർ, സാൽമി ഏരിയ വനിതാ സമാജം കോർഡിനേറ്റർ അജിത അനിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ 2 ഭവനങ്ങൾ ഈ മാസം അവസാനത്തോടെ സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച കാർണിവൽ വർണ്ണാഭമായി പര്യവസാനിച്ചു. വിവിധ തരത്തിലുള്ള സ്റ്റോളുകൾ കൂടാതെ നടന്ന കലാമത്സരങ്ങളിൽ ഒട്ടേറെ പേരാണ് പങ്കെടുത്തത്. ഭക്ഷണശാലകൾ, ആഭരണങ്ങൾ, പുസ്തകങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ശീതളപാനീയങ്ങൾ, തട്ടുകടകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള സ്റ്റോളുകളാണ് കാർണിവൽ വേദിയിൽ ഒരുക്കിയിരുന്നത്. ഫാൻസി ഡ്രസ്, ഫാഷൻ ഷോ, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി നിരവധി വ്യത്യസ്തങ്ങളായ മത്സര പരിപാടികളും നടന്നു. വിവിധ മത്സര ഇനങ്ങളിലായി ഒട്ടേറെ പേരാണ് പങ്കെടുത്തത്. കാർണിവലിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വെൽഫെയർ കൺവീനർ റാഫി എരിഞ്ചേരി, ആക്ടിംഗ് സെക്രട്ടറി രാജൻ ചാക്കോ തോട്ടങ്ങൾ, വനിതാവേദി ജനറൽ കൺവീനർ പ്രതിഭ ഷിബു, മീഡിയ കൺവീനർ ദിലീപ്, വനിതാവേദി സെക്രട്ടറി നിഖില, വനിതാവേദി ജോയിന്റ് സെക്രട്ടറി സജിനി വിനോദ്, കളിക്കളം കൺവീനർ സെറ ബിവിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് ട്രഷറർ സാബു കൊമ്പൻ നന്ദി പറഞ്ഞു. ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിന്റെ സാൽമിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി വിനോദ് കുമാർ, ജനറൽ സെക്രട്ടറിയായി കൃഷ്ണകുമാർ, ട്രഷററായി വിനോദ് കുമാറും ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റുമാരായി സുലേഖ, അജയ്കുമാർ, ഉണ്ണികൃഷ്ണൻ എന്നിവരും ദിലീപ് നമ്പ്യാർ, അനുരാജ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു.
രശ്മി നവീൻ, സുജിത് എന്നിവരാണ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ. CBSE 10-12 ക്ലാസ്സുകളിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഗാന്ധി സ്മൃതി കുവൈറ്റ് ആദരിച്ചു. പ്രസിഡന്റ് പ്രജോദ് ഉണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരവാഹികൾ ചേർന്ന് കുട്ടികൾക്കുള്ള മൊമെന്റോകൾ കൈമാറി. ജനറൽ സെക്രട്ടറി മധു മാഹി സ്വാഗതവും ട്രഷറർ സജിൻ PK നന്ദിയും പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാർട്സ് അസോസിയേഷൻ വനിതാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുസോവന സുജിത് നായർ നിർവഹിച്ചു. വനിതാ ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ കാറ്റഗറികളിലായി നടത്തിയ സ്റ്റേജിതര മത്സരങ്ങളിൽ 350-ൽ പരം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. സ്ത്രീശക്തിയുടെ ആഘോഷമായ വനിതാ ഫെസ്റ്റിവലിൽ വനിതാവേദി അംഗങ്ങൾ അവതരിപ്പിച്ച ഡാൻസും വിവിധ തരത്തിലുള്ള ഭക്ഷ്യേതര സ്റ്റോളുകളും പരിപാടിയെ വർണ്ണാഭമാക്കി. വനിതാവേദി ചെയർപേഴ്സൺ ഷംന വിനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഡോക്ടർ സുസോവന സുജിത് നായർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലിജീഷ് P, ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് UK, ട്രഷറർ സൂരജ് KV, വനിതാവേദി ട്രഷറർ ലിന സാബു, ഫോക്ക് രക്ഷാധികാരി അനിൽ കേളോത്ത്, ഉപദേശക സമിതി അംഗം KE രമേശ്, ബാലവേദി കൺവീനർ അവന്തിക മഹേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജനറൽ കൺവീനർ അഖില ഷാബു സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ശരണ്യ പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ട്രാവൻകൂർ ഫുട്ബോൾ അസോസിയേഷൻ കുവൈറ്റ് ടീഫാഗ് ജേഴ്സി പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് ഹരിപ്രസാദ് മണിയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൻസൂർ കുന്നത്തേരി ടീഫാഗ് സോക്കേഴ്സിനും PG ബിനു മാസ്റ്റേഴ്സിനും ജേഴ്സി നൽകി പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി മെർവിൻ വർഗീസ് സ്വാഗതവും ട്രഷറർ ബിജു ടൈറ്റസ് നന്ദിയും പറഞ്ഞു. കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സാന്നിധ്യമായിരുന്ന സനിൽ കുമാറിന്റെ നിര്യാണത്തിൽ NSS കുവൈറ്റ് അനുശോചനം രേഖപ്പെടുത്തി. NSS കുവൈറ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജോയിന്റ് വെൽഫെയർ കൺവീനറുമായി സേവനം ചെയ്തിരുന്ന പത്തനംതിട്ട നാരങ്ങാനം സ്വദേശിയായ സനിൽ കുമാർ വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം സംഭവിച്ചത്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. കുവൈറ്റിലെ നീന്തൽ മത്സരങ്ങൾക്ക് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടായിരുന്നു 27ാമത് CBSE കുവൈറ്റ് ക്ലസ്റ്റർ ഗേൾസ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് വിജയകരമായി സമാപിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ കുവൈറ്റിലെ 12 സ്കൂളുകളിൽ നിന്നായി 100-ലധികം മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത്. മത്സരങ്ങളിൽ ഭവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ജേതാക്കളായി. നീന്തൽ മത്സരങ്ങളിലെ കായിക മികവ് തെളിയിച്ച യുവതാരങ്ങൾ ഓരോ ഇനങ്ങളിലും തിളങ്ങി. വിവിധ പ്രായ വിഭാഗങ്ങളിലായി നിരവധി വ്യക്തിഗത വിജയങ്ങളും അവർ നേടി. ഫൈനലിൽ ഭവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ DPS 2ാം സ്ഥാനം കൈവരിച്ചു. വിവിധ വിഭാഗങ്ങളിൽ നിന്നുമായി വ്യക്തിഗത ചാമ്പ്യന്മാരെയും തെരഞ്ഞെടുത്തു. Around 12 schools participated in this. More than 100 swimmers participated in this swimming competition. We could see amazing swimmers in this competition. I am sure they will do their best in the upcoming nationals. On behalf of the Kuwait chapter and as well as the organizing secretary of this event, I wish them all the best for the successful participation in the CBSE nationals. On behalf of the Physical Education Department of Indian Educational School, I would like to thank our principal sir and the SLT members who supported this event to organize in a grand manner. ഭവൻസ് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ NK രാമചന്ദ്ര മേനോന്റെ പിന്തുണയോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഡോക്ടർ മുരുകയ്യനും സംഘവും മെച്ചപ്പെട്ട സംവിധാനത്തിലൂടെ പരിപാടികൾക്ക് നേതൃത്വം നൽകി. I really should thank our chairman sir for sponsoring the medals for all the participants. This is the first time we gave medals for all the participants. Sure, all of them were very happy to receive the medals. Sure, it's going to make a big impact in the next year. Actually, this year, Bhavan's Indian Education School won the overall championship with 150 points, and the DPS and the Bhavans had a very tough fight. Because of some categories we don't have points. That's the reason why the DPS was not able to win the championship. But both the schools had a very tough fight, and not only the other schools, I would like to thank all the principals of the schools, those who sent the participants for this swimming competition.
I take this opportunity to congratulate the Bhavans Indian Educational School for conducting the 27th CBSE Kuwait Cluster Swimming Competition in a grand way. And I thanks to the management and the chairman of the school for providing the medals to all the participants of the event. And it's a kind of encouragement for the future swimmers. Thank you. And I would like to thank all the physical education teachers, those who are supporting these swimmers for regular training and everything. And here, the Bhavan School is evening time, it's open for all of you to come for practice. If you want any queries, you can contact the coaches of Bhavan's Indian Educational School. They are ready to support not only Indian Educational School swimmers, we are ready to support all the swimmers, those who are qualified for the nationals. We have an excellent coach with us, Miss Bhagya. She is herself an international swimmer. And we have another coach, Mr. Osama. IAS പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ മത്സരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അദ്ദേഹം മത്സരാർത്ഥികളുടെ ആത്മാർത്ഥതയെയും കായിക മനോഭാവത്തെയും അഭിനന്ദിച്ചു. മത്സരം വിജയകരമാക്കുവാൻ സഹായിച്ച എല്ലാ സ്കൂളുകൾക്കും അവയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർക്കും IAS ടീമിനും അദ്ദേഹം നന്ദി അറിയിച്ചു. സംഘാടക ശേഷിയും കായികക്ഷമതയും സമന്വയിച്ച് പൂർണ്ണതയുടെ പുതിയ തലങ്ങൾ കീഴടക്കുകയായിരുന്നു 27ാമത് CBSE കുവൈറ്റ് ക്ലസ്റ്റർ ഗേൾസ് നീന്തൽ ചാമ്പ്യൻഷിപ്പ്. വിജയത്തിന്റെ പുതുചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ കായികമേള സമാപിച്ചത്. It was a great experience being the captain of the team. The clusters went really well and we had class swimmers like Caitlin, Kavya, Bayan and all. And a special thanks to our coach, Ms. Bhagya Shekhar. Without her hard work, this moment would not be possible right now. So we showcased all our talents and we feel really proud to be the winners of Kuwait Cluster, 27th Kuwait Cluster Swimming Competition. Thank you. Bhagya ma'am, our coach, is the main reason for our wonderful victory. Without her, we wouldn't have won this competition. So it was a great competition. It was very competitive with DPS and Bhavans, but overall we won. We have worked really hard for clusters and overall we won. The clusters was really competitive and I am really proud to be a part of the team. I feel very proud to compete with world-class swimmers, and this time I felt like I was improving my timing and I was very proud. Like, I'm very happy. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.